പുതുപ്പള്ളി തച്ചുകുന്ന് കീഴാറ്റുകുന്നിലുണ്ടായ തീപിടുത്തം അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. കോട്ടയത്തു നിന്ന് 2-3 യൂണിറ്റ് വാഹനങ്ങളും പാമ്പാടിയിൽ നിന്നും എല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടെ വാഹനം കടന്നു വരത്തില്ല, ചെറുവണ്ടി മാത്രമേ കയറി വരത്തുള്ളൂ. പക്ഷെ എന്നാലും ഇവിടുന്ന് ഈ തീ അണയ്ക്കാൻ വലിയ പാടാണ്, അങ്ങോട്ട് ഓസിടാനും ഒക്കെ വലിയ പാടാണ്. ഇവിടെ ഒരു വില്ലയാണ്. അപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ അത് തീ കമ്പൊക്കെ വെട്ടി തീ അടിച്ചു കിടത്ത് തീക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി കയറത്തില്ലെന്നേ, വണ്ടി കയറത്തില്ല, ബാക്കി നോക്കിയാൽ മതിനെ. ഇല്ലെന്നേ, മുകളിലോട്ട് കയറിക്കോ, വീടിന്റെ മുകളിലോട്ട് കയറിക്കോ. എത്തത്തില്ല, എത്തുവോ? ഇല്ലല്ലോ. ഇത് എൻ്റെ ഒരു സുഹൃത്ത് മാണിയുടെയും നിഷയുടെയും വീടാണ്. അവരുടെ വില്ലയ്ക്കകത്താണ്. അവരുടെ വീടിനോട് ചേർന്ന് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുതുപ്പള്ളിയുടെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പ്രദേശങ്ങൾ മുഴുവൻ കാണാം. അത്രയ്ക്ക് ഉയരത്തിലുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ വെള്ളം നിറച്ച വാഹനം കയറി വരത്തില്ല. അതിപ്പം ഇവിടെ കുറച്ച് ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വീടിനോട് ചേർന്നുള്ള ഭാഗം ഒന്ന് തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സൈഡിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ തല്ലിക്കെടുത്തി വരുന്നുണ്ട്. എന്നോടൊപ്പം ഈ വീടിന്റെ മുകളിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനായ സന്തോഷ് സാറും എൻ്റെ സുഹൃത്ത് ജോബിയും ഇവിടെയുണ്ട്. എല്ലാവരും കൂടെ അവരെ മുകളിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീടിന് സമീപത്തോട്ട് വരുന്നത് ഒരു പരിധി വരെ തടയാൻ പറ്റി. അതെ അതെ, എന്നാ ചെയ്യാനാ. മണപ്പന ഇങ്ങോട്ടുള്ള വെള്ളം വല്ലതും ഉണ്ടോ? ഇങ്ങോട്ട് വെള്ളം ചാഞ്ഞിരിക്കുന്നുണ്ടോ? ഇല്ല, അല്ല ഒത്തിരി ഉണക്കമില്ലാത്തതുകൊണ്ട് പച്ചയ്ക്ക് തീ പിടിക്കും. ഇതിന് വെള്ളം എടുക്കാൻ പറ്റുമോ? കണക്ഷൻ ഒന്നുമില്ല. അവരവിടെ ഒന്ന് കെത്തുന്നുണ്ട്. സന്തോഷ് സാറേ, അവരവിടെ ഒന്ന് കെടുത്തുന്നുണ്ട് കേട്ടോ. അവിടെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് അടിച്ചു കിടക്കുന്നുണ്ടോ? ഇത് വെള്ളം അടിച്ചു ഞാൻ വിളിക്കാം. അത്ര ഉള്ളു. മോനെ ഞാൻ കയറാം. പതിവേ ഉള്ളു. പക്ഷേ ഇതിനകത്ത് വെള്ളം കിട്ടുന്നില്ല. നിങ്ങളുടെ ഓസുണ്ടോ? ഓസില്ല, അടിച്ചു കിടത്തിയാലോ. ഇവിടുന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ ഓസുണ്ടായിരുന്നു. നമുക്ക് ഈ സാറേ ഇതുവഴി കയറി വരികയാണെങ്കിൽ വീട്ടിൽ നിന്ന് വെള്ളം അടിക്കായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ തല്ലി അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം ഞാൻ കുറച്ചാൾ മുമ്പ് നിങ്ങൾക്ക് വീഡിയോ പരിചയപ്പെടുത്തിയതാണ്. ഇവിടെ ഒരു ആൾ മരിച്ചു കിടന്ന ഒരു റബ്ബർ തോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കെൽറ്റനൊക്കെ കിട്ടിയൊരു വീഡിയോ എടുത്ത് ആ പ്രദേശമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് ഈ വഴിയുടെ അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചാണ്. അവിടെ ഒരു കാരണവശാലും വാഹനം അതുകൊണ്ടാണ് അവരെ തല്ലിക്കിടത്തുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. കാരണം അതുപോലെയാണ് അവർ അവിടെ മുഴുവൻ ഓടി നടന്ന തീ, അതും രാത്രിയിലല്ലേ. അവിടെ അങ്ങ് ഒന്നും ഇല്ലാത്ത സ്ഥലം. ഈ ഫയർഫോഴ്സിനെ കാടിനുള്ളിൽ കയറി ഇതെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര ലോഡും വെച്ചോണ്ട് അവര് കയറി. പോയേക്കാം. ഇപ്പം മുകളിലത്തെ വില്ലയിലെ അവരുമെല്ലാം മുകളിൽ നിന്ന് വെള്ളം കോരി താഴോട്ടൊഴിച്ച് ആ വീടിന് സമീപത്തേക്ക് തീ കടന്നു വരാത്ത വിധത്തിലെല്ലാം അവരെല്ലാം കിടത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ പള്ളം ബ്ലോക്ക് മെമ്പർ ജിനോ കെ പോൾ ഇവിടെയുണ്ട്. അദ്ദേഹമാണ് ഫയർഫോഴ്സിനെ എല്ലാം കൂടുതൽ വിളിച്ചത്. അപ്പോൾ അവരെല്ലാം ഇവിടെ താഴെ വന്നിട്ടുണ്ട്. അപ്പം തീ മുഴുവൻ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് പോരുന്നത്.